എല്ലാവർക്കും നമസ്കാരം. സിനിമാ ലോകത്തെ മഹത് വ്യക്തികളുടെ മുമ്പിൽ നിന്ന് സ്വന്തം സിനിമയെ പറ്റി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. എൻ്റെ പല സുഹൃത്തുക്കളും, ഇവിടെയുള്ള പല സുഹൃത്തുക്കളും അത്ഭുതത്തോടെയാണ് നോക്കുന്നത് എന്നാണ് ഈ സിനിമ എടുത്തതെന്നുള്ളത്. അതിൻ്റെ ആൻസർ നിമിത്തം എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഒരു സിനിമയെ കണ്ടും സിനിമയെ സ്നേഹിച്ചും സിനിമയിൽ ഇൻവോൾവ് ചെയ്ത് സിനിമയുടെ കൂടെ കരയുകയും ചിരിക്കുകയും വില്ലൻ ഒരടി നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ സ്വന്തമായിട്ടൊരു സിനിമ എടുക്കും, അല്ലെങ്കിൽ സിനിമയുമായിട്ട് ഇത്ര ഇൻവോൾവ് ആയിട്ട് സിനിമ മേക്കിങ്ങിൽ പെടുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. താങ്ക്സ് ടു അഭിലാഷ് വാര്യർ. അഭിലാഷും വൈശാഖിൻ്റെയും കൂട്ടുകെട്ടുകൊണ്ട് അവരുടെ സിനിമ ചെയ്യാനുള്ള അവരുടെ ഇഷ്ടം, അവതരണ ശൈലി, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്കിംഗ്, ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഈ സിനിമ കംപ്ലീഷനായി അതിൻ്റെ മ്യൂസിക് ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത്. ദൈവത്തിന് നന്ദി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മഹത് വ്യക്തികൾക്കും ആദ്യമായിട്ട് മനസ്സിലുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇതുപോലുള്ള ഒരു പുതിയ സിനിമാ ലോകത്തെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നതും പലരും കണ്ടിട്ടില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള ഒരു സിനിമാ സംരംഭത്തിന് സപ്പോർട്ട് ചെയ്യാൻ വന്ന വ്യക്തികളുടെ മനസ്സിനെ ഞാൻ ഹാർദവമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. അരുണ്ടി ഒരു വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരണം, മറ്റു സിനിമകളിൽ കാണാത്ത രീതിയിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിൽ അഭിലാഷ് മാക്സിമം അത് ശ്രമിച്ചിട്ടുണ്ട്. അത് നാളെ സിനിമയിൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് അംഗീകരിക്കുമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. നന്നായി വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് മിസ്റ്ററി സ്റ്റോറീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. BGM മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദർ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഗോപി സുന്ദറാണ് ചെയ്തിരിക്കുന്നത്. 3 നല്ല സോങ്സ് ഇതിലുണ്ട്, പാട്ടുകളുണ്ട്. ഹരിശങ്കറും ശ്രുതി
ഭദ്ര എന്നിവരെ കൊണ്ട് പാടിച്ചിരിക്കുന്ന വ്യത്യസ്തമായ മൂന്ന് നല്ല പാട്ടുകളുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഗോപി സുന്ദർ, അദ്ദേഹത്തിന് നിന്ന് വരാൻ പറ്റിയില്ല. താങ്ക് യു ഗോപി സുന്ദർ ഫോർ കമ്മിങ് ഓൺ ബോർഡ് വിത്ത് അസ്. താങ്ക് യു. അതുപോലെ തന്നെ ഇതുപോലൊരു സംരംഭത്തിൽ, പ്രത്യേകിച്ച് ബിസിനസ് കാര്യങ്ങളിൽ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമ മേക്കിങ്ങിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും ആവശ്യം മോറൽ സപ്പോർട്ടാണ്. ആ മോറൽ സപ്പോർട്ട് തന്നെ എൻ്റെ അമ്മ, മൈ വൈഫ് മഞ്ജു, പ്രദീപ്, എൻ്റെ കുട്ടികൾ, എൻ്റെ ബ്രദർ സജി, എല്ലാവർക്കും അവരെന്നെ വിശ്വസിച്ചു, എൻ്റെ ഈ പ്രത്യേകപരമായ ഒരു പ്രാന്തിനെ അവർ അംഗീകരിച്ചതിന് അവർക്കും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. താങ്ക് യു. I also want to thank PRO Dinesh, online platform Django Screen, Yadul and Vivek. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IMP Pictures, Vivek Vishon. Thank you Vishon, you come on board with us. Thank you so much. And Music 123 for also collaborating with us. Thank you all of you. And thank you once again. Thank you for coming here. I hope this movie will do well and everybody will like the movie. മറ്റു സിനിമകൾ ഇനിയും സിനിമകൾ എടുക്കാനുള്ള ആ ഒരു ആഗ്രഹം ഈ സിനിമയോടെ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ താങ്ക്സ് എല്ലാവരോടും പറയുന്നു. പ്രത്യേകിച്ച് ഒരാൾക്ക് കൂടി ഞാനൊരു പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കൊച്ചുമോൻ സാർ. അദ്ദേഹം പലപ്പോഴും എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ലാത്ത ഒരാളാണ്. ആ രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും എനിക്ക് മനസ്സുകൊണ്ട് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തോട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും സംസാരിക്കുകയും സാധിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു കൊച്ചുമോൻ സാർ. താങ്ക് യു സോ മച്ച്. Thank you once again everybody, each and everyone, and the friends, relatives, press. Thank you so much press. I appreciate you coming over here. Also thank you everybody and the entire crew members starting with Sakshi, Neha, Sindhu Varma, of course Joy Matthew, Kiran Raj and everybody. Thank you so much for trusting us and coming on board with us and supporting us, spending time with us. A difficult task. പലപ്പോഴും ടൈമിംഗ് വൈസും ഷെഡ്യൂളിംഗ് വൈസും വ്യത്യാസമായിരുന്നു. ഞങ്ങളുടേതായിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങളുടെ കൂടെ നിന്നതിന് ഈച്ച് ആൻഡ് എവരി വൺ താങ്ക് യു സോ മച്ച്. ഐ സിൻസിയർലി അപ്രീഷിയേറ്റ്. താങ്ക് യു വൺസ് അഗൈൻ. ഉണർദം പ്രൊഡക്ഷൻസിന്റെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ് ഈ കമ്പനിക്ക്. അവർ ഇൻഡസ്ട്രിയിൽ വരിക, നല്ല നല്ല പടങ്ങൾ എടുക്കാനും വിജയിപ്പിക്കാനും അവർ കഴിയട്ടെ. ഞാൻ ഒരു 4-5 മാസം മുമ്പാണ് പ്രദീപുമായിട്ട് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സിനിമയിലുള്ള പാഷനാണ് അങ്ങേപ്പോട്ട്. കൊച്ചുനാൾ മുതലേ ആ പാഷൻ മനസ്സിൽ വെച്ച് നടന്നിട്ടാണ് ഈ ഒരു പടമെടുക്കാൻ അങ്ങേര് തീരുമാനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഇതിന് ഈ പ്രൊജക്റ്റിനും ഈ സിനിമയ്ക്ക് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാവിധ ആശംസകളും ഞാൻ പ്രദീപിന്. കൂടാതെ അഭിലാഷിനെ ഞാൻ ഈയിടെ മദ്രാസിൽ ഒരു സ്ഥലത്ത് വെച്ച് കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു വന്നു, എന്നോട് പറഞ്ഞു ഞാൻ ഈ പടത്തിൻ്റെ തമിഴ്നാട് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇവിടെ വന്നതാണ്. അതിൻ്റെ ആൾക്കാരെ മീറ്റ് ചെയ്യാനും ഈ പടം തമിഴ് ഡബ് ചെയ്യാനും ഇവിടെ വന്നിരിക്കുകയാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങേരെ ഒരു ഹാർഡ് വർക്കിംഗ്, ഈ ടോട്ടലി ഈ പ്രൊജക്റ്റിന് ഫുള്ളി ഇൻവോൾവ് ആയിട്ടാണ് ഈ പടം തീർത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം സാധാരണ ഡയറക്ടർമാരൊന്നും ഈ ഡിസ്ട്രിബ്യൂട്ടറെ തപ്പിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒന്നും പോകാറില്ല. പ്രൊഡ്യൂസറുടെ ജോലിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറെ കണ്ട്, ഇത് തമിഴ്നാട്ടിലും റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു സൈമൾട്ടേനിയസ് ആയി. അപ്പോൾ അതിനോടുള്ള ഒരു പാഷനും ഈ പ്രൊജക്റ്റിനോടുള്ള ഒരു ഇൻവോൾവ്മെന്റും
അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എല്ലാം കൂടെ ചേരുമ്പോൾ, അഭിലാഷും പ്രദീപും ചേരുമ്പോൾ ഈ പടം വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ വൈശാഖാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. വൈശാഖായിട്ട് വളരെ അടുത്ത സുഹൃത്താണ്. മാത്രമല്ല ഒരു കുടുംബമായിട്ട് വൈശാഖിൻ്റെ അമ്മ എൻ്റെ സ്റ്റുഡൻ്റാണ്. വൈശാഖിൻ്റെ സിസ്റ്റർ എൻ്റെ മരുമകളുടെ ടീച്ചറാണ്, ഡാൻസ് ടീച്ചർ. അങ്ങനെ എല്ലാം കൊണ്ട് ഒരു കുടുംബ കാര്യമായിട്ട് എനിക്കിവിടെ തോന്നുന്നത്. എന്തായാലും എനിക്ക് വൈശാഖ് കുറച്ച് ഹിന്റെല്ലാം തന്നിരുന്നു സിനിമയെ പറ്റി. അപ്പൊ തന്നെ എനിക്ക് തോന്നിയത് ഒരു വ്യത്യസ്തമായ സിനിമയാണ്. പാട്ടുകളും സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യത്യസ്തതയുണ്ട്, എന്ന പുതുമയുണ്ട്. ഇത് ഉറപ്പായിട്ടും വിജയിക്കും. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആലോചിച്ചാൽ ഞങ്ങൾ പണ്ട് ചെയ്ത ഒരു സിനിമയുണ്ട് ഇതുപോലെ ഹൊറർ പ്ലസ് കോമഡി, ആകാശഗംഗ. ഭയങ്കര വിജയമായിരുന്നു. അതിനേക്കാളൊക്കെ വിജയമായിട്ട് ഇത് മാറും എന്ന് നല്ല ഉറപ്പുണ്ട്. പ്രത്യേകിച്ചും ഡയറക്ടർ പറഞ്ഞ പോലെ എന്ത് ഒരു സിനിമ ഇവിടെ എത്തണമെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസർ വിചാരിക്കാതെ നടക്കില്ല. അതൊരു ബ്രാൻഡ് എന്ന് പറയണ്ട. അങ്ങനെയുള്ള കുറെ ബ്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല സിനിമാ പ്രേമികൾക്ക് സിനിമ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സംസ്കാരം വളരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇദ്ദേഹത്തിന്, പ്രദീപ് രാജിന് ഒരുപാട് ഇനിയും വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അഭിലാഷ് ഭാര്യർ വളരെ ഗംഭീര കലാകാരനാണ്, എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഡയറക്ഷനും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാ കാര്യങ്ങളും മികച്ചതാവും ആണ്. അപ്പൊ എല്ലാം കൊണ്ടും ഇതിന്റെ പ്രവർത്തകരും എല്ലാവരും വളരെ മികച്ചതാണ്. ഗംഭീരമായ ഒരു സിനിമയാകുമെന്ന് നല്ല ഉറപ്പുണ്ട്. നിങ്ങളത് കൈനീട്ടി സ്വീകരിക്കുക, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിർമ്മാതാവ് പ്രദീപ് ആദ്യമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ട് ബിസിനസ് ആണ്. അതിൽ നിന്നുണ്ടാക്കിയ കുറച്ച് പൈസ മലയാള സിനിമയിലേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കാന്നുള്ളത് കരുതിയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു പാഷനാണ് ആക്ച്വലി. കാരണം വളരെയധികം പാഷൻ ഉണ്ടെങ്കിലാണ് ഈ സിനിമയിൽ കുറെ നാളുകൾ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാനൊക്കെ ആദ്യ സിനിമയിൽ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ. അപ്പൊ അതുകൊണ്ടിട്ട് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. നല്ലതും മോശമായിട്ടുള്ള സിനിമകളെല്ലാം ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു വലിയ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ നിർമ്മാണ സംഘടനയിലെ ഒരു സെക്രട്ടറിയും കൂടെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. പുതിയ ഡയറക്ടർ അഭിലാഷ്. ഏത് സിനിമ എടുക്കുമ്പോഴും അതിന്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ആണ്. അപ്പം അഭിലാഷിനും എല്ലാവിധ ആശംസകളും. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ പ്രദീപന്റെ കൂടെയാണ് ഞാൻ അഭിലാഷ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഒരുപാട് വർഷങ്ങളായി. അന്ന് തൊട്ട് ഇന്ന് വരെ ആ സൗഹൃദത്തിന്, ആ സ്നേഹത്തിന് ഒരു തടസ്സമില്ലാതെ മുന്നോട്ട് പോയിരുന്നു. അഭിലാഷിന് ഒരുപാട് വർഷത്തെ പാഷൻ, കഠിനാധ്വാനം, സിനിമയോടുള്ള ഇഷ്ടം, ഇതെല്ലാം കൂടെ പൂർത്തീകരിക്കുന്ന ഒരു അവസരമുണ്ട്. ഇതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു, സോങ് നമ്മൾ കണ്ടു. തീർച്ചയായും അരൂപി എന്ന സിനിമ അഭിലാഷിന്റെയും പ്രദീപ് ദാസിന്റെയും ഇത്ര വർഷത്തെ ഈ കഠിനാധ്വാനം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. മലയാള സിനിമ ചരിത്രം മാറ്റിക്കുറിക്കുന്ന ഒരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണല്ലേ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ ആണ്. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കേക്ക് കട്ട് ചെയ്യണം. അതുകൊണ്ട് നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. എന്തായാലും വളരെ സന്തോഷം. പുതിയൊരു സിനിമയുടെ ലോഞ്ചാണ് നമ്മൾ കണ്ടത്. അത് ഞാൻ ഇത്തിരി വൈകിട്ടാണ് എനിക്ക് ഷൂട്ട് ഇത്ര കഴിഞ്ഞിട്ട് ഓടി വന്നായിരുന്നു. അപ്പോൾ കണ്ടത് നല്ലതായിരുന്നു. നല്ല സൗണ്ട് എഫക്ട്സും നല്ല രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗംഭീരമാവട്ടെ.
അതുപോലെ തന്നെ അഭിലാഷ് ഏട്ടനും നമ്മുടെ പുതിയ പ്രദീപ് ഏട്ടനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഗംഭീരമാവട്ടെ. സിനിമകളിൽ ഉണ്ടായാലാണ് നമുക്ക് എല്ലാവർക്കും നല്ലതുള്ളൂ. അതുകൊണ്ട് സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും പിന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും കൊച്ചുമൻ സാറുണ്ട്, പേട്ടനുണ്ട്, ലസിച്ചേട്ടനുണ്ട്, എല്ലാം സിനിമയിലെ എന്താ പറയുക ഗംഭീര ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചൂട് വെച്ചിട്ടേ ഉള്ളൂ. ആൻഡ് ഇൻഫാക്ട് ഈ പടം നടക്കാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ പ്രതിവേട്ടനാണ്. പ്രതിവേട്ട ഫാമിലിയും ഫുൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഫിലിം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പടമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, മീഡിയയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മുടെ എല്ലാ ക്രൂ, ഇൻഫാക്ട് ഇത്രയധികം ആൾക്കാരുടെ ഫുൾ ക്രൂ വന്നിട്ടില്ല. എന്നാലും നമ്മളെ ഒരു ടീം വർക്ക് ആയിരുന്നു ഇതിന്റെ ഒരു സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഒരു എലമെന്റ്. അപ്പോ എനിക്ക് പറയാനുള്ളൂ, ബാക്കിയെല്ലാം ശേഷം സ്ക്രീനിൽ. താങ്ക് യു സോ മച്ച്. Thank you and all the it feels so good to see each one of you sitting here for our movie, believing in all of us and waiting to watch our movie very soon in theaters. Well, this is a very huge opportunity for me. I thank Abhilash sir and Aman for believing and trusting in me. I would like to thank my entire team for making this journey very beautiful. Well, it has been very warm and welcoming to be in Kerala and to work with this amazing team. Well, I'm glad to, I've been waiting for everybody, so let's see. Thank you so much, guys. Thank you so much. Actually, is it taught you some Malayalam? So, how is it? How's the learning Malayalam? And share it something you learned in Malayalam as well. Oh, well, I love to learn languages, and Malayalam has always been in my mind since I'm from Bangalore, and a lot of people from Kerala work in Bangalore, right? In this industry, especially. So mostly, whenever I've seen people behind the camera, are always Malayus, mostly. So I love Malayalam language, and I've seen them speaking as well. So I felt very good coming in Kerala, speaking the language, learning it. I'm very forgetful, by the way, so I've forgotten a lot of words that I've learned. But yeah, it was amazing learning the language. Thank you so much, Scar. It's been a wonderful journey so far, and thank you. It's an honor to be with everyone here. I'm falling short of words today as I think my heart is beating too fast. But I'm happy we all are here today. I have been preparing for this speech for maybe like 10 years, and today I will deliver it. I close up, okay. So it's been fantastic. It was all a dream come true experience, because you just dream of it and then you keep working hard at it. I am very thankful for to Lord Krishna for being there with me and making this a reality. I would like to thank my family, especially my mom and dad, and my friends and my siblings who have been always been through my thick and my thin. And also very special thanks to my director, Mr. Abhilash Warrior, and the producer and the entire team, yes of course. They have helped me sail through it, because it was very new, the culture, people, language, everything, and I have to give my best shot. This particular experience has been the most phenomenal feeling it has ever given me. I am tremendously thankful. I am still trembling inside. Pardon me. Yes, I hope you loved the trailer, and I hope that we all come together in the theaters as well. Wishing you, thanking you all the very best to me and the team for sticking around. Thank you so very much. Thank you. അരൂപിയിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വേറെ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനകത്ത്
ചായ കൊണ്ടുവരുന്ന ആള് മുതല് ഇവൻ ഡയറക്ടർ ഇത്രയും പേര് ഒരേ മനസ്സോടെ വർക്ക് ചെയ്ത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ. ഞാൻ 3-4 ദിവസം ഞാൻ ഇതിൽ ഷൂട്ടിലുണ്ടായിരുന്നു ലൊക്കേഷനിൽ. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഓരോരുത്തരും. ഡയറക്ടറുടെ പണി മാത്രമല്ല ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി മറ്റുള്ള സെറ്റിൽ കാണുന്നതിനേക്കാളും ഒരു വ്യത്യസ്തം. ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും അരൂപിക്ക് ഉണ്ടാവണം. പിന്നെ I would like to extend my sincere thanks to Abhilash and Pradeep sir also. Thank you so much. God bless you all. കഥയുണ്ട്, കളിയാക്കി പറയല്ല കാര്യം പലതുണ്ട്, ഒന്നര വിട്ട വട്ടം തിരിയണ മുട്ടാക്കഥയുണ്ട്. ഒന്ന് നാട്ടാരുടെ കണ്ടി കുത്തണക്കഥയല്ല, പലതിരി പൊട്ടി ചിരിവർ പൊട്ടി കടലിൽ കടലിലെ തിരകാണാം. കളിയുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, ചിരിയുണ്ട്, അറിയാൻ കഥയുണ്ട്, കളിയാക്കി പറയല്ല കാര്യം പലതുണ്ട്, ഒന്നര വിട്ട വട്ടം തിരിയണ മുട്ടാക്കഥയുണ്ട്. അരൂപിയുടെ വിജയത്തിനായി എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.